ഇനി നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗവും തൊലിയും നമുക്ക് ചെത്തി വൃത്തിയാക്കി എടുക്കണം. ഈ തൊലി വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ മത്തങ്ങയുടെ തൊലിക്ക് നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് കൈ മുറിയാതെ വേണം വൃത്തിയാക്കി എടുക്കാൻ. അതിനുശേഷം ചെറിയ ക്യൂബുകളായി നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി രണ്ടായിട്ട് കീറി എടുക്കുക. നമുക്കിതൊരു കുക്കറിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. മത്തങ്ങയ്ക്ക് പൊതുവെ വേവ് കുറവായതുകൊണ്ട് ഒരു വിസിൽ മതിയാകും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഇവ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വേവിക്കുക. ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. ഇതിനായി 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം ഇവ വെള്ളം ചേർത്ത് ഒരു മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. അതുപോലെ തന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത തേങ്ങ ചേർക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വറുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്ന തേങ്ങയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വറുത്ത തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ രുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചൂടാക്കിയ വറുത്ത തേങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് മത്തങ്ങയുടെ വേവ് നോക്കാം. മത്തങ്ങ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി ഒരു 2 മിനിറ്റ് നേരം ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് ഇളക്കി ഒരു മിനിറ്റ് നേരം കൂടി വേവിക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് വെച്ച് കടുക് പൊട്ടിച്ച് ഒരു വത്തലമുളകും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ മത്തങ്ങ എരിശ്ശേരി സെർവ് ചെയ്യാൻ പാകത്തിന് റെഡിയാണ്. നല്ല പാകത്തിന് വിളഞ്ഞ മത്തങ്ങയാണെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്ത് നല്ല സ്വാദിഷ്ടമായ എരിശ്ശേരി നമുക്ക് റെഡിയാക്കി എടുക്കാം.